പിന്നെ ഇതിനെ ബുക്ക് എടുത്തു വെച്ച് പഠിച്ചോണ്ടിരിക്കുന്ന? നാളെ പഠിക്കാം. അമ്മ നിനക്ക് ടിഫിൻ എടുത്ത് വെക്കാം, കഴിച്ചിട്ട് വേഗം ഉറങ്ങാം കേട്ടോ. അമ്മേ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്തിനാ പിന്നെ ഉറങ്ങുന്നേ? എനിക്ക് നാളത്തേക്കുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കണം. അമ്മ തന്നെ നാളെ പഠിച്ചാ മതി എന്ന് പറയുമ്പോ ഇല്ലില്ല ഇന്ന് തന്നെ പഠിക്കുമെന്ന് അഡ്മന്റ് ആയിട്ട് നിക്കുന്നില്ലേ? മോളെ കുറിച്ച് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അമ്മയോട് ദേഷ്യം. അമ്മ എന്നോട് ദേഷ്യോ? എന്ത് ദേഷ്യം? അല്ല, അമ്മ എവിടെങ്കിലും പോയി വന്നതിന് ശേഷം ഇനി മുതൽ ഇവിടെ താമസിക്കണ്ട, ചെന്നൈന്ന് വിട്ട് തേക്കടി പോവാന്ന് വീണ്ടും പറഞ്ഞാലോ? എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. എനിക്കിഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അമ്മ സാധിച്ചു തരാറുണ്ട്. പക്ഷേ ഈ ചെന്നൈയിൽ മാത്രം നിക്കണ്ടെന്ന് പറഞ്ഞത് എന്തിനാ അമ്മേ? അമ്മേ, ഞാൻ അമ്മയോടാ ചോദിക്കുന്നത്. എന്ത് പറ്റി? എന്തിനാ ചെന്നൈയിൽ നിക്കണ്ടെന്ന് പറഞ്ഞത്? എന്തിനാ എന്നെയും കൊണ്ട് തേക്കടിയിലേക്ക് തിരിച്ചു പോണെന്ന് വിചാരിച്ചത്? അങ്ങനെയൊന്നുമില്ല മോളെ, നമ്മൾ ഇവിടെ തന്നെ താമസിക്കും. ഓക്കെ അല്ലേ? മോൾക്ക് വേണ്ടി, മോളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല, കേട്ടല്ലോ? നിലമോള് ചോദിക്കുന്നതിന്റെ ഉത്തരം നീ ഒരിക്കലും പറയില്ലല്ലേ വിജി? അവൾ ആര് ചോദിച്ചാലാ മര്യാദയ്ക്ക് ഉത്തരം പറയാ? സ്വന്തം അമ്മ ചോദിച്ചാൽ പോലും ഒരു മറുപടി ഉണ്ടാവില്ല. സ്വന്തം മോള് ചോദിച്ച ചോദ്യത്തിനും മറുപടിയില്ല. അടുത്ത വീട്ടില് നീ ഇവിടെ വന്ന് ചോദിച്ചാ അതിന് മറുപടി കിട്ടും തോന്നുന്നുണ്ടോ? പ്രിയ, എന്ത് കാര്യം എപ്പോഴാ ആരോടാ പറയേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് ആരുടെ ഉപദേശം വേണ്ട, കേട്ടല്ലോ? നീ ആ പറഞ്ഞത് എന്നോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തിനാ പ്രിയോട് പറയുന്ന പോലെ അഭിനയിക്കുന്നത്? നേരിട്ടങ്ങ് പറഞ്ഞൂടെ? ആരോടാ പറയുന്നെന്ന് മനസ്സിലാക്കിയാ മതി. വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കും മടുത്തു. എന്റെ മോള് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഡിസ്റ്റർബ് ചെയ്യാതെ പുറത്തിരുന്ന് കാറ്റുകൊണ്ട് സംസാരിക്കാമോ? ഉള്ളിലിരുന്നാ എന്നോട് ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നേരെ നോക്കി പറയാതെ വളച്ചൊടിച്ച് പറയുവാ. വാ പ്രിയേ, നമുക്ക് വെളിയിൽ പോയി കാറ്റും കൊണ്ടിരുന്ന് സംസാരിക്കാം. ശരി, പോവാം. പറഞ്ഞോണ്ടിരുന്നാ പോരാ, ശരിക്കും പോണം. ശരി, വാ അമ്മേ. മുത്തശ്ശി എന്തിനാ വഴക്ക് പറയുന്നത്? മുത്തശ്ശി പാവല്ലേ? ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോ നീ തന്നെ പറയും അമ്മയാ പാവമെന്ന്. എന്തായാലും അമ്മയുടെ വിജി ആള് കൊള്ളാലോ. ഒരു കാര്യം പറയണ്ടെന്ന് തീരുമാനിച്ചാ കൊന്നു കളഞ്ഞാലും പറയില്ലല്ലേ? അത്രയ്ക്കും ബോൾഡാണല്ലേ? അത് അവളുടെ അച്ഛന്റെ സ്വഭാവ. എന്നാ ഞാൻ അങ്ങനെയൊന്നുമല്ല മോളെ. എന്റെ ഉള്ളിൽ ഒരു രഹസ്യം ഇരിക്കില്ല. ഒരുപാട് അടുപ്പമുള്ളവരോട് എല്ലാ രഹസ്യം ഞാൻ തുറന്നു പറയും. ഇവളുടെ അച്ഛനും ഇതേ സ്വഭാവമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആൾ ഉള്ളിലുള്ള കാര്യം പുറത്ത് പറയേയില്ല. എന്ന ഒരു കാര്യമുണ്ട് പ്രിയ, അവൾ എന്തിനാ തേക്കടിക്ക് തിരിച്ചു പോണോന്ന് പറയുന്നതിനുള്ള കാരണം എനിക്ക് മനസ്സിലായി. അങ്ങനെയാണോ? എന്താമ്മേ കാര്യം? എന്ത് കാരണം കൊണ്ടാ ഇവിടുന്ന് പോണെന്ന് തീരുമാനിച്ച്? അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടല്ല കല്യാണം കഴിച്ചിരുന്നു. അവൻ ഈ നാട്ടിലാ ഉള്ളത്. അമ്മ എന്താ പറയുന്നേ? അയാൾ ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? അതിനമ്മ അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല മോളെ, ഞാനും ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. അവൻ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, അവന്റെ കുടുംബം ഏതാ, വീട് ഏതാ, നാട് ഏതാന്നൊന്നും എനിക്കറിയില്ല. ഇവള് അവളുടെ കൂടെ പഠിച്ചൊരു പയ്യനെ പ്രേമിച്ചെന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം. എന്നാ പെട്ടെന്നൊരു ദിവസം അവര് രണ്ടുപേരും കല്യാണം കഴിച്ചെന്നുള്ള വിവരം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല മോളെ. പക്ഷെ ഇപ്പൊ അവൾ ഇത്രയും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പയ്യൻ ദേ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ മോളെ.
ഇവള് ആ പയ്യനെ നേരിട്ട് കണ്ടു കാണും.